ഹായ് ഹലോ മക്കളെ, യെസ് എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഇന്ന് മക്കളെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പെയേഴ്സ് ഓഫ് ഇക്വേഷനിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇച്ചിരി പേടി സ്വപ്നമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അല്ലെ. കുറെ എക്സും വൈയും ഉണ്ട്, അതിന്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കണം, എന്തൊക്കെ ചടങ്ങാണ് അല്ലെ മക്കളെ. അതിനൊക്കെ സൊല്യൂഷൻ ആയിട്ടാണ് സാർ ഇന്ന് വന്നേക്കുന്നത്. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇവിടെ വരുന്നുണ്ട്. സാറേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചോ മക്കളെ. the sum of two numbers is 26 and the difference is 4. മക്കളെ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 26 കിട്ടും. അവയുടെ വ്യത്യാസം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ നമ്പേഴ്സ്? ആ സംഖ്യകൾ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് അറിയാത്ത നമ്പേഴ്സിന് നമ്മൾ എന്താ വിളിക്കുക? മാത്സിൽ എന്താ വിളിക്കുക? എക്സ് എന്നും വൈ എന്നും വിളിക്കൂലേ സാറേ? ഒന്ന് കാണിച്ചു കൊടുത്തില്ലേ? ദ നമ്പേഴ്സ് ഈക്വൽ ടു എക്സ് കോമ വൈ. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്, നമ്പേഴ്സിനെ നമ്മൾ എക്സ് എന്നും വൈ എന്ന് വിളിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ നോക്കുക. സം എന്ന് പറഞ്ഞാൽ 26 ആണ്. ആ നമ്പേഴ്സ് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ 26 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ സം ഈക്വൽ ടു 26 ആണ്. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26 എന്ന് എഴുതാൻ പറ്റും. അതായത് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. സാറ് കാണിച്ചു, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ റെഡിയാണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യാനുള്ള കണ്ടീഷനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിഫറൻസ് ഈക്വൽ ടു 4. രണ്ട് നമ്പേഴ്സും കുറച്ച് കഴിഞ്ഞാൽ, അതായത് എക്സിൽ നിന്ന് വൈ കുറച്ചാൽ എന്താ കിട്ടുക? 4 കിട്ടുക. സോ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് റെഡിയാണ്. ഡിഫറൻസ് ഈക്വൽ ടു 4, അതായത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് എഴുതാം. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 2. മക്കളെ, ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ചലഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രിക്ക് ഉണ്ട്, എന്നെ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുമില്ല, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എക്സോ അല്ലെങ്കിൽ വൈയോ സെയിം ആക്കാം. ഓക്കെ, നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷന് ചിലപ്പോൾ എക്സും വൈയും സെയിം ആയിരിക്കും. സെയിം ആകാന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വേഷൻ ചിലപ്പോൾ എക്സിന്റെ കൂടെ 2 ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ എക്സിന്റെ കൂടെ 1 ആണ്, അതുപോലെ ഈ ഇക്വേഷനിലും എക്സിന്റെ കൂടെ 1 ആണ്. അതായത് ഇവിടെ എക്സുകൾ സെയിം ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ആദ്യത്തെ പരിപാടി എന്താണ്? വേരിയബിൾസ് സെയിം ആക്കുക. എന്തിനാണ് വേരിയബിൾസ് ഇതുപോലെ സെയിം ആക്കുന്നത്? ഒന്നുമല്ല, അത് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വേരിയബിൾസിനെ സെയിം ആക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, എക്സും എക്സും സെയിം ആണ്, അതുപോലെ വൈയും വൈയും സെയിം തന്നെയാണ് അല്ലേ? ഓക്കെ, യാതൊരു മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്യണം. സാറേ അന്ന് കാണിച്ചു കൊടുത്തേ. യെസ്, ഇക്വേഷൻ 1 പ്ലസ് 2. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമ്മൾ കൂട്ടാൻ പോവാണ് മക്കളെ. അപ്പൊ നോക്കിയാൽ അറിയാം, എക്സും എക്സും കൂട്ടിക്കഴിഞ്ഞാൽ 2x പ്ലസ് വൈ പ്ലസ് മൈനസ് വൈ. മക്കളെ ഇവിടെ വൈ ആണ്, ഇവിടെ മൈനസ് വൈ ആണ്. അപ്പൊ നമുക്കറിയാം വൈ പ്ലസ് മൈനസ് വൈ എന്ന് പറഞ്ഞ എന്താണ്? വൈ മൈനസ് വൈ എന്ന് കിട്ടും അല്ലെ? പ്ലസും മൈനസ് ഒരുമിച്ച് വന്നാൽ അവിടെ മൈനസ് ആയിട്ട് മാറും. ആൻസർ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടെ ആരെ ക്യാൻസൽ ആക്കി കളയാൻ സാധിച്ചു? വൈനെ നമുക്ക് ക്യാൻസൽ ആക്കി കളയാൻ സാധിച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. ഈക്വൽ ടു മക്കളെ നോക്കാം 26 പ്ലസ് 4. ഓക്കെ, ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആരെയും കൂട്ടണം? റൈറ്റ് സൈഡുകൾ തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. 26 പ്ലസ് 4 ഈക്വൽ ടു 30 എന്ന് കിട്ടി. അതായത് സാറേ 2x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 30 എന്ന് കിട്ടി. ദാറ്റ്സ് x ഈസ് ഈക്വൽ ടു സാറേ 30/2 അല്ലെ? ഈ 2 ഇൻറ്റു ആയതുകൊണ്ട് നേരെ താഴത്തേക്ക് എടുക്കാം. 30/2 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു x ഈക്വൽ ടു 15 എന്ന് കിട്ടി. മക്കളെ, അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്പർ എക്സ് എന്ന് പറഞ്ഞ എന്താ? 15 ആണെന്ന് കിട്ടി. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ, ഓക്കെ മക്കളെ, അടുത്ത ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് നോക്കാം ഏത് ഇക്വേഷൻ ആണ് എളുപ്പമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട്. എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ, നിങ്ങൾക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിരിക്കും. കാരണം അവിടെ മൈനസ് ഒന്നുമില്ല അല്ലെ? യെസ്, മൈനസ് ഇല്ലാത്തത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുകയാണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26. സാറേ കാണിച്ചോ. Put x equal to 15 in equation number 1. യെസ്, നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എടുത്തു. അതിലേക്ക് എക്സിന്റെ വാല്യൂ 15 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സാറേ കാണിച്ചു. എക്സിന്റെ വാല്യൂ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. എക്സിന് പകരം നമ്മൾ 15 കൊടുത്തു. വൈ അതുപോലെ തന്നെ ഈക്വൽ ടു 26 എന്ന് കിട്ടി. ദാറ്റ് വൈ ഈക്വൽ ടു സാറേ വൈ ഈക്വൽ ടു ഈ പ്ലസ് 15 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൈനസ് 15 ആയിട്ട് മാറും. ഈക്വൽ ടു 11 എന്ന് കിട്ടും. സോ നമ്മുടെ നമ്പേഴ്സ് നമുക്ക് എന്ത് കിട്ടി മക്കളെ? സാറേ ഒന്ന് കാണിച്ചു കൊടുത്തേ. യെസ്, നമ്മുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ യെസ് ഏതൊക്കെയാണ്? 15, 11 ആൻസർ കിട്ടി. സെറ്റ് ആണല്ലോ മക്കളെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ആണെങ്കിലോ? യെസ്. അപ്പൊ നമ്മള് കിടിലനായിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്,
മക്കളെ അപ്പൊ നമുക്ക് നേരെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സാറേ ക്വസ്റ്റ്യൻ നമ്പർ 2 കാണിച്ചു. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ മക്കളെ. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ഈസ് എത്രയാ മക്കളെ? യെസ്, 11,000 rupees. ഓക്കെ മക്കളെ, ഒരു ടേബിളിനും ഒരു ചെയറിനും, ഒരു ടേബിളിൽ ഒരു കസാരക്ക് എത്രയല്ലേ മക്കളെ? 11,000 രൂപയാണെന്ന് പറഞ്ഞേക്കുന്നത്. ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് 4 chairs ഈസ് 14,000 rupees. മക്കളെ ഒരു ടേബിളിനും 4 ചെയറിനും 4 കസാരയ്ക്കും കൂടി എത്ര വിലയാ മക്കളെ? 14,000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിന്റെയും വില എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. മക്കളെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? സെറ്റ് ആണല്ലോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സാറേ മക്കളെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ടേബിളിന്റെ പ്രൈസ് അല്ലേ? ടേബിളിന്റെ വില നമുക്ക് അറിയാത്തതുകൊണ്ട് ഒരു ടേബിളിന്റെ വില പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. ഒരു ടേബിളിന്റെ വില നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. സാർ നെക്സ്റ്റ് വൺ, പ്രൈസ് ഓഫ് ചെയർ, കസാരയുടെ വില നമ്മൾ എത്ര ആയിട്ട് എടുക്കുന്നതാ? വൈ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു ടേബിളിന്റെ വില എക്സ് ആയിട്ടും ഒരു കസേരയുടെ വില വൈ ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ ആണല്ലോ മക്കളെ? യെസ്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട്, ശ്രദ്ധിക്കുക കേട്ടോ സാറേ. അതായത് മക്കളെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എങ്ങനെയാ ഫോം ചെയ്തെന്ന് സാറ് പറയാം, ശ്രദ്ധിച്ചിരിക്കാം. ഒരു ടേബിളിനും ഒരു ചെയറിനും 11,000 രൂപയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? The price of a table and a chair is 11,000 rupees. മക്കളെ അപ്പൊ സാറോട് എഴുതിയിട്ടുള്ളത് നോക്കി, ഒരു ടേബിൾ പ്ലസ് ഒരു ചെയർ ഈക്വൽ ടു 11,000. മക്കളെ ഒരു ടേബിളിന്റെ വില എക്സ് ആണല്ലോ, പ്ലസ് ഒരു ടേബിളിന്റെ വില വൈ ആണ്, ഒരു കസാരയുടെ വില വൈ ആണല്ലോ. അപ്പൊ രണ്ടും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 11,000 ആണ് കിട്ടുക. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഫോം ചെയ്തു. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ അല്ലേ മക്കളെ? ഒരു ടേബിളും ഒരു ചെയറും കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ വിലകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 11,000 കിട്ടും. അതിൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഫോം ചെയ്തു. മക്കളെ ഇനി ഇക്വേഷൻ നമ്പർ 2 എങ്ങനെയാ ഫോം ചെയ്ത് നോക്കാം. സാറെ കാണിച്ചോ? യെസ് മക്കളെ, നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ഇവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് വന്നതെന്ന് സാർ പറയാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് 4 ചെയർ ഈസ് 14,000 എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിന്റെയും 4 ചെയറിന്റെയും വില എത്രയാ മക്കളെ? 14,000. 1 ടേബിൾ പ്ലസ് 4 ചെയർസ് ഈക്വൽ ടു 14,000, 14,000 rupees. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സപ്പോസ് ഒരു ടേബിളിന്റെ വില നമുക്കറിയാം, ഈ ഒരു ടേബിളിന്റെ വില എക്സ് ആണെന്ന് അറിയാം. എക്സ് കൊടുത്തു പ്ലസ് 4 ചെയേഴ്സിന്റെ വില വേണ്ടേ? 4 ചെയേഴ്സിന്റെ വില സാറുടെ 4y എന്നാ കൊടുത്തേക്കുന്നത്. അതെങ്ങനെയാ കിട്ടുന്നത് മക്കളെ? ശ്രദ്ധിക്കാം. ഇപ്പോ ഒരു ചെയറിന് 50 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പൊ 2 ചെയർ നമുക്കറിയാം 2 × 50 ആയിരിക്കും അല്ലെ? ഓക്കെ, 3 ചെയറിന് 3 × 50 ആയിരിക്കും. 4 ചെയറിന് 4 × 50 ആയിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഇവിടെ നമുക്ക് എത്ര തന്നേക്കുന്നത്? യെസ്, ഇവിടെ നമുക്ക് എത്രയാണ് തന്നേക്കുന്നത് മക്കളെ? ഒരു ചെയറിന്റെ വില എന്ന് പറഞ്ഞാൽ വൈ ആണ്. അപ്പോ 4 ചെയറിന്റെ വില എന്തായിരിക്കും മക്കളെ? 4 × y ആയിരിക്കൂലേ? അതായത് 4y ആയിരിക്കൂലേ? അതാണ് സാറോടെ 4y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ ഒരു ടേബിളിന്റെ വില എക്സ് പ്ലസ് 4 ചെയറിന്റെ വില എന്ന് പറഞ്ഞാൽ 4 × ഒരു ചെയറിന്റെ വില ഈക്വൽ ടു 40,000 rupees. ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ഇട്ടു. സാറേ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ 2 ഇക്വേഷൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി എന്താ അടുത്ത പരിപാടി? ഒന്നുമില്ല, നമുക്ക് സോൾവ് ചെയ്യണം അല്ലെ? എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഇക്വേഷനിലേക്ക് എത്താനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. ഈ ഇക്വേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എക്സും വൈയും സെയിം ആണോ എന്ന് പരിശോധിക്കാം. മക്കളെ ഇവിടെ നോക്കിയേ, എക്സ് ഇവിടെ സെയിം അല്ലേ? ഇവിടെയും എക്സ്, ഇവിടെയും ഒരു എക്സ് സെയിം ആണല്ലോ. അപ്പോൾ ഇക്വേഷനിൽ കാര്യമായിട്ട് മാറ്റമൊന്നും വരുത്തണ്ട. ഒന്നില്ലെങ്കിൽ പ്ലസ് ചെയ്യുക അല്ലെങ്കിൽ മൈനസ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ എന്ത് ചെയ്യുന്ന കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? പ്ലസ് ചെയ്യോ മൈനസ് ചെയ്യോ? അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് സാറ് പറയാൻ പോകുന്നത്. മക്കളെ എല്ലാവരും ഇതിന്റെ റൈറ്റ് സൈഡ് നോക്കുക. ഈക്വൽ ടു റൈറ്റ് സൈഡ് നോക്കുക. മക്കളെ 11,000 ആണോ വലുത്? 14,000 ആണോ വലുത്? 14,000 ആണ് വലുത്. അപ്പൊ എപ്പോഴും ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 സബ്സ്ട്രാക്ട് ചെയ്താണ് ഏറ്റവും നല്ലത്. മനസ്സിലായല്ലോ? ഓക്കെ, കാരണം ഇവിടെ 14,000 വലുതാണ്, ഇത് ചെറുതാണ്. അപ്പോൾ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സെറ്റ് ആണല്ലോ? സാറെ കാണിച്ചു കൊടുത്തേ. ഓക്കെ, ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് ശ്രദ്ധിക്കാട്ടാ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സാറേ ഇക്വേഷൻ 2 നമ്മൾ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. സാർ ഇക്വേഷൻ 1 എഴുതിക്കോ താഴെ. ഓക്കെ, നമ്മൾ ഇക്വേഷൻ 1 ഇതേ കൃത്യമായി എഴുതിയിട്ടുണ്ട്. സാറെ കാണിച്ചോ? ഇക്വേഷൻ 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000. ഇക്വേഷൻ നമ്പർ 2 എക്സ് പ്ലസ് 4y ഈക്വൽ ടു 40,000. ഒന്നുമില്ല, നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യം എഴുതി, ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത് എഴുതി. കാര്യം നമുക്ക് കുറയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്, സബ്ട്രാക്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ചെയ്യാം. സാറേ എങ്ങനെ ആൻസർ വേണം നോക്കാം. മക്കളെ നോക്കുക, എക്സ് ഇത് എക്സ് പോയി കഴിഞ്ഞാൽ എന്താ സാറേ? 0. നമുക്ക് ഇവിടെ എന്താ കിട്ടുക? 0 കിട്ടും. ഇനി നോക്കാം, 4y നിന്ന് 1y പോയി കഴിഞ്ഞാൽ 3y. സെറ്റ് ആണല്ലോ? ഈക്വൽ ടു 14,000 നിന്ന് 11,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാ മക്കളെ? 3,000. സെറ്റ് ആണല്ലോ? അതായത് 3y ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 3,000 എന്ന് കിട്ടും അല്ലെ? സാറ് കാണിച്ചോ?
3y is equal to 3000. That's y equal to മക്കളെ ഈ into 3 നേരെ താഴത്തേക്ക് പോകുമ്പോൾ 3000/3 എന്ന് കിട്ടും. That's equal to സാറേ 1000. അതായത് വൈയുടെ വില നമുക്ക് എത്ര കിട്ടി മക്കളെ? 1000 എന്ന് കിട്ടി. അതായത് ഒരു കസേരയുടെ വില നമുക്ക് എത്ര കിട്ടി മക്കളെ? 1000 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ കസേരയുടെ വില സെറ്റാണ്. നമുക്ക് ഇനി വേണ്ടത് ആരുടെ വിലയാണ് മക്കളെ? ടേബിളിന്റെ വിലയാണ്. അപ്പൊ ടേബിളിന്റെ വില കണ്ടുപിടിക്കാൻ നമുക്ക് വൈയോ എക്സോ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ? സാറേ ഇക്വേഷൻ കാണിച്ചോ. യെസ്, നമ്മൾ പുട്ട് y ഈക്വൽ ടു 1000 ഇക്വേഷൻ 1. ഇക്വേഷൻ 1ലേക്ക് നമ്മൾ വൈയുടെ വാല്യൂ കൊടുക്കുകയാണ്. സാർ ഇക്വേഷൻ 1 ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ, ഏത് ഇക്വേഷനിലാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഇക്വേഷൻ കൃത്യമായി ആദ്യം എഴുതാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000 കൃത്യമായി നമ്മൾ എഴുതി. ഇനി വൈക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? 1000 കൊടുക്കാൻ പോകുന്നത്. സാറെ കൊടുത്തോ? യെസ്, എക്സ് പ്ലസ് എക്സ് അതുപോലെ തന്നെ പ്ലസ് വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 1000 എന്ന് കൊടുക്കുന്നു. ഈക്വൽ ടു 11,000 എന്ന് കിട്ടി. അതായത് എക്സ് ഇസ് ഈക്വൽ ടു സാറേ ഈ പ്ലസ് 1000 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ -1000 ആവും. നോക്കിയേ, -1000 ആയി. അതായത് എക്സിന്റെ വില നമുക്ക് എന്താ കിട്ടും മക്കളെ? യെസ്, 10,000 10,000 രൂപ എന്ന് കിട്ടി. അതായത് ഒരു ടേബിളിന്റെ വില എത്രയാണ് മക്കളെ? 10,000 രൂപ. അപ്പൊ നമുക്ക് യെസ് ടേബിളിന്റെ വില കിട്ടി. അതുപോലെ തന്നെ കസേരയുടെ വില കണ്ടുപിടിച്ചു. സാറേ ഒന്ന് കാണിച്ചു കൊടുത്തേ. പ്രൈസ് ഓഫ് ടേബിൾ, ഒരു ടേബിളിന്റെ വില എക്സ് ആയിരുന്നു, അത് എത്ര കിട്ടി? 10,000 എന്ന് കിട്ടി. ഇനി പ്രൈസ് ഓഫ് ചെയർ, ഒരു കസേരയുടെ വില y ആയിരുന്നു, അത് നമുക്ക് എത്ര കിട്ടി? 1000 എന്ന് കിട്ടി. സെറ്റ് ആണല്ലോ മക്കളെ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, വെരി 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 ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ സാറേ മക്കളെ, യെസ്. അപ്പൊ നമ്മൾ 2 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എക്സാമിന് പ്രതീക്ഷിക്കാം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ മക്കളെ, എക്സാക്ട്ലി ഇതേ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അത് ഷുവർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ പാർക്കിംഗ് there are some ഓട്ടോറിക്ഷാസ് ആൻഡ് ബൈക്സ്. മക്കളെ, ഒരു പാർക്കിങ്ങില് കുറെ ഓട്ടോറിക്ഷകളുണ്ട്, കുറെ ബൈക്കുകളും ഉണ്ട്. ക്ലിയർ ആണല്ലോ? ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ആർ 11. ഓക്കെ മക്കളെ, മൊത്തം ആ പാർക്കിങ്ങിൽ 11 വാഹനങ്ങൾ ഉണ്ട്. അതായത് ഓട്ടോറിക്ഷയും ബൈക്കും അടക്കം ആ പാർക്കിങ്ങിൽ 11 വാഹനങ്ങൾ ഉണ്ട്. ഓക്കെ, ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ടയേഴ്സ് ആർ 25. എന്ന് പറഞ്ഞാൽ മക്കളെ ആ വാഹനങ്ങളുടെ മൊത്തം ടയറുകളുടെ എണ്ണം എത്രയാണ്? 25. അതെന്താണ് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ അല്ലേ? ടയറുകളുടെ എണ്ണം തന്നേക്കുന്നത്. ഓക്കെ, യെസ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓട്ടോറിക്ഷാസ് ആൻഡ് ബൈക്സ്. ഓക്കെ, അപ്പൊ ടയറുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഓട്ടോറിക്ഷക്കകത്ത് എത്ര ടയർ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ബൈക്കിൽ എത്ര ടയർ ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? എല്ലാവരും ഡെയിലി കാണുന്ന വാഹനങ്ങളാണ് ഓട്ടോറിക്ഷകളും ബൈക്കുകളും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മള് ചെയ്യാൻ പോവാണ്. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് മക്കളെ. ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കാം. യെസ് സാറേ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത് എന്താ സാറേ? നമ്പർ ഓഫ് ഓട്ടോറിക്ഷാസ് ഈക്വൽ ടു എക്സ്. അതായത് ഓട്ടോറിക്ഷകളുടെ എണ്ണം, ആ പാർക്കിങ്ങിനകത്തെ ഓട്ടോറിക്ഷകളുടെ എണ്ണം നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? എക്സ് ആയിട്ട് എടുക്കുകയാണ്. സോ ബൈക്കുകളുടെ എണ്ണം എന്തായിരിക്കും സാറേ? യെസ്, നമ്പർ ഓഫ് ബൈക്സ്, ബൈക്കുകളുടെ എണ്ണം y ആയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഓട്ടോറിക്ഷാസ് ഈക്വൽ ടു എക്സ്, നമ്പർ ഓഫ് ബൈക്സ് ഈക്വൽ ടു വൈ. സെറ്റ് ആണല്ലോ? ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ടോട്ടൽ വെഹിക്കിൾസ്, ആ പാർക്കിങ്ങിനകത്തെ മൊത്തം വാഹനങ്ങളുടെ എണ്ണം 11 അതായത് നമുക്കറിയാം എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? 11 കിട്ടുക. കാരണം അവിടെ എക്സ് നമ്പർ ഓഫ് ഓട്ടോറിക്ഷാസ് ഉണ്ട്, വൈ നമ്പർ ഓഫ് ബൈക്സ് ഉണ്ട് അല്ലെ? അപ്പൊ രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? 11 കിട്ടുക. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒരെണ്ണം മാത്രം പോരാ, രണ്ടാമതൊരു ഇക്വേഷൻ വേണമല്ലോ. ആ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എവിടെ നിന്നാ കിട്ടുക? അതിനുള്ളൊരു ക്ലൂ ആണ് നമ്മുടെ ക്വസ്റ്റിന് തന്നേക്കുന്നത്. എന്താണ് മക്കളെ? ടോട്ടൽ നമ്പർ ഓഫ് ടയേഴ്സ് ആർ 25. ആ മൊത്തം വാഹനങ്ങളുടെ ടയറുകളുടെ എണ്ണം എത്രയാണ്? 25 എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയണം ഒരു ഓട്ടോറിക്ഷയിൽ എത്ര ടയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബൈക്കിൽ എത്ര ടയർ ഉണ്ട് നമുക്കറിയണം. സാറേ ഒന്ന് കാണിച്ചു കൊടുത്തേ. യെസ്, ടോട്ടൽ ടയേഴ്സ് ഇൻ 1 ഓട്ടോ അല്ലെ? ഒരു ഓട്ടോറിക്ഷയ്ക്ക് എത്ര ടയറുകളുണ്ട് മക്കളെ? യെസ്, 3 ടയറുകളുണ്ട്. 3 എഴുതിയിട്ടുണ്ട്. ഓക്കെ സാറേ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടയേഴ്സ് ഇൻ എക്സ് ഓട്ടോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എത്ര ഓട്ടോറിക്ഷകൾ ഉണ്ടാ? എക്സ് ഓട്ടോറിക്ഷകളുണ്ട്. അപ്പോ ഒരെണ്ണത്തിൽ 3 ടയറുകളാണെങ്കിൽ എക്സ് എണ്ണത്തിൽ എത്ര ടയറുകൾ ഉണ്ടാവും? 3 × x. സെറ്റ് അല്ല മക്കളെ? 3 × x. ഇനി യെസ്, അടുത്ത കാണിച്ചു സാറേ. ടോട്ടൽ ടയേഴ്സ് ഇൻ 1 ബൈക്ക്, ഒരു ബൈക്കിലെ ടയറുകളുടെ എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാടാ? 2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടയേഴ്സ് ഇൻ വൈ ബൈക്സ് എത്രയായിരിക്കും മക്കളെ? നമ്മുടെ ബൈക്കുകളുടെ എണ്ണം വൈ ആണല്ലോ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട് ബൈക്കുകളുടെ എണ്ണം വൈ ആണെന്ന് എഴുതിയിട്ടുണ്ട്. സോ അത്രയും ബൈക്കുകളിൽ, വൈ എണ്ണം ബൈക്കുകളിൽ എത്ര ടയറുകൾ ഉണ്ടാവും മക്കളെ? എന്തായിരിക്കൂടാ? ഒരു ബൈക്ക് 2 എണ്ണം. ഓക്കെ അല്ലേ? 2 ബൈക്ക് 4 എണ്ണം. 2 × 2 എങ്ങനെ കിട്ടും മക്കളെ? യെസ്,
ഒരു ബൈക്കില് രണ്ടെണ്ണം, 2 ബൈക്കിലാണെങ്കിൽ 2 × 2, 3 ബൈക്കിലാണെങ്കിൽ 3 × 2, അങ്ങനെയാണെങ്കിൽ y ബൈക്കുകളിലാണെങ്കിലോ y × 2 അല്ലേ മക്കളെ, y × 2, അതായത് 2y എന്ന ആൻസർ കിട്ടൂലേ. യെസ്, അപ്പൊ അതുപോലെയാണ് നമ്മള് എക്സ് ഓട്ടോറിക്ഷകളിൽ എത്ര ടയറുകളാണെന്നും അതുപോലെ y ബൈക്കുകളിൽ എത്ര ടയറുകളാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 3x എന്ന് കിട്ടി, 2y എന്ന് കിട്ടി. ഇനി ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഓട്ടോറിക്ഷയിലെ ടയറുകളുടെ എണ്ണോ ബൈക്കുകളിലെ ടയറുകളുടെ എണ്ണോ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക സാറേ? നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ നിന്നാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. സാറ് കാണിച്ചു കൊടുത്തേ. ഓക്കെ മക്കളെ, 3x + 2y = 25. അതായത് മൊത്തം ഓട്ടോറിക്ഷയുടെ ടയറുകളുടെ എണ്ണവും പ്ലസ് മൊത്തം ബൈക്കുകളുടെ ടയറുകളുടെ എണ്ണവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 25 കിട്ടുക നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അതും കിട്ടി. നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ മക്കളെ ചെയ്യണ്ടേ? ഇനി എന്താ, 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. സാറേ 2 ഇക്വേഷൻ ഒന്ന് വൃത്തിയായിട്ട് എഴുതി. യെസ്, ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എഴുതി x + y = 11. ഇക്വേഷൻ നമ്പർ 1. സാറേ ഇക്വേഷൻ നമ്പർ 2 നമ്മൾ എഴുതി മക്കളെ, 3x + 2y = 25. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത പരിപാടി സാറ് കഴിഞ്ഞ ക്വസ്റ്റിനിൽ പറഞ്ഞ പോലെ എന്താണ്, ഇവിടെ എക്സ് സെയിം ആണോ നോക്കുക മക്കളെ. ഇവിടെ 3x ആണ്, ഇവിടെ x ആണ്, x സെയിം അല്ല, സെറ്റ് ആണല്ലോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2y ആണ്, ഇത് y ആണ്, വൈകളും സെയിം അല്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? രണ്ടും സെയിം അല്ല എങ്കിൽ ഇക്വേഷനിൽ എന്ത് ചെയ്യണം? ചേഞ്ച് വരുത്തണം. ക്ലിയർ ആണല്ലോ? രണ്ടും സെയിം അല്ല എന്നാണെങ്കിൽ ഇക്വേഷനിൽ കാര്യമായ ചേഞ്ച് വരുത്താനുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചേഞ്ചാ വരുത്താൻ പറ്റാൻ നോക്കട്ടാ. എല്ലാവരും നോക്കിയടാ, ഇവിടെ 3x അല്ലേ, നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം? വേണമെങ്കിൽ 3 വരുത്തിക്കൂടെ. എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെറ്റ് ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പൊ നോക്കാം, ഓരോ എലമെന്റ്സിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളെ ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. അപ്പോ 3 കൊണ്ട് എക്സിനെ ഇൻഡ്യൂ ചെയ്താൽ 3x കിട്ടും. സെറ്റ് ആണല്ലോ? സാറിന്റെ കൈകളിലേക്ക് നോക്കണേ. പ്ലസ് ഇനി 3 കൊണ്ട് ഈ വൈനെ ഇൻഡ്യൂ ചെയ്താൽ എന്താ കിട്ടുക? 3y എന്ന് കിട്ടും. ഈക്വൽ ടു, ഇനി ആരെ കൂടെ ചെയ്യണം മക്കളെ? ഈ 11നെ നമുക്ക് എന്ത് ചെയ്യണം? 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 33 എന്ന് കിട്ടി. നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആരെ വേണ്ട? ഇക്വേഷൻ നമ്പർ 1ന് ആവശ്യമില്ല. അവരെ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇക്വേഷൻ നമ്പർ 3 ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 3 നല്ല വൃത്തിയായിട്ട് എഴുതാൻ പോകണം. സാറെ കാണിച്ചോ. ഇക്വേഷൻ നമ്പർ 3 = 3x + 3y = 33. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 2 കാണിച്ചു സാറേ. യെസ്, ഇക്വേഷൻ നമ്പർ 2 നമ്മൾ കാണിക്കുകയാണ്. 3x + 2y = 25. മക്കളെ ഈ ഇക്വേഷൻസിന്റെ പ്രത്യേകത നോക്കിയാടാ, ഇവിടെ എക്സും എക്സും സെയിം അല്ലേ? അതായത് ഇത് 3x ആണ്, ഇത് 3x ആണ്. അപ്പൊ സെയിം ആയി. അപ്പൊ നമ്മുടെ പരിപാടി എളുപ്പമായി. ഇനി എന്താ ചെയ്യേണ്ട മക്കളെ? വലുത് ഏതാ നോക്കുക. ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിൽ വലുത് ഏതാടാ? 33 ആണോ 25 ആണോ? എല്ലാവർക്കും അറിയാം 33 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യാം. സാറെ കാണിച്ചോ. ഇക്വേഷൻ 3 - 2 നമ്മൾ ചെയ്യുന്നു. മക്കളെ നോക്കാട്ടാ, 3x ന്ന് 3x പോയി കഴിഞ്ഞാൽ മൈനസ് ചെയ്താൽ 0 ആണ്. 0 സാറോട് എഴുതിയിട്ടില്ല, 0 ആണ്. ഇനി നോക്കുക, 3y ന്ന് 2y പോയി കഴിഞ്ഞാൽ ബാക്കി ഒരൊറ്റ y ഉള്ളൂ, y ഈക്വൽ ടു 33യിൽ നിന്ന് 25 മൈനസ് ചെയ്താൽ ബാക്കി എത്രയാണ്? 8 എന്ന് കിട്ടും. y ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. സെറ്റ് ആണല്ലോ മക്കളെ? y കിട്ടിക്കഴിഞ്ഞാൽ x എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യെസ്, നമ്മുടെ പുട്ട് അല്ല സാറേ, പുട്ട് കാണിച്ചു. പുട്ട് y = 8 in ഇക്വേഷൻ 1. നമുക്ക് വൈക്ക് കിട്ടിയ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1ൽ കൊടുക്കുകയാണ്. സോ ഇക്വേഷൻ 1നെ ആര് തള്ളിക്കളയതിട്ടോ? കാരണം എന്താ? നമുക്ക് അവന് ആവശ്യമുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൃത്യമായി എഴുതുകയാണ്. അതിൽ എന്ത് കൊടുക്കണം? വൈക്ക് കൃത്യമായിട്ട് വാല്യൂ കൊടുക്കുക. സാറേ വൈക്ക് എന്താ നമ്മൾ കൊടുക്കുന്നത്? വൈക്ക് 8 എന്ന് കൊടുക്കുന്നു. കാരണം വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചേ അല്ലേ? അപ്പൊ വൈക്ക് 8 കൊടുക്കുക. എക്സ് അതുപോലെ തന്നെ എഴുതുക. ഈക്വൽ ടു 11 അതുപോലെ തന്നെ. ഇനി നോക്കാം മക്കളെ, ഈ +8 ഇങ്ങോട്ട് വന്നാൽ എന്താടാ? -8 ആകൂലേ? അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. x = 11 - 8 ദാറ്റ്സ് ഈക്വൽ ടു 3. സെറ്റ് ആണല്ലോ മക്കളെ? അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അതായത് നമ്മുടെ ഫൈനൽ ആൻസർ എല്ലാവരും ഇതുപോലെ എഴുതണം. സാറെ കാണിച്ചു കൊടുത്തേ. ഓട്ടോറിക്ഷാസ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷകളുടെ എണ്ണം എക്സ് എന്നാണ് എടുത്തിരുന്നത്. എത്ര കിട്ടി? 3. അപ്പോൾ അവിടെ എത്ര ഓട്ടോറിക്ഷ ഉണ്ടായി മക്കളെ? 3 ഓട്ടോറിക്ഷകൾ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്പർ ഓഫ് ബൈക്സ്, ബൈക്സിന്റെ എണ്ണം, ബൈക്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ y എന്ന് എടുത്തല്ലേ? y എത്ര കിട്ടി നമുക്ക്? 8 എന്ന് കിട്ടി. അതായത് ആ പാർക്കിങ്ങിൽ 8 ബൈക്കുകളും ഉണ്ടായിരുന്നു, 3 ഓട്ടോറിക്ഷകളും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എല്ലാവരും ഈ സ്റ്റെപ്പ് ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക കേട്ടാ. ഓക്കെ, നമ്മളിവിടെ ആകെ ഒരു കാര്യം എന്താ പറയാ വ്യത്യസ്തമായി ചെയ്തത് എന്താണ്? എക്സ് സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഇവിടെ എക്സും എക്സും സെയിം ആയി. ഈ ഒരു പരിപാടിയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയി ചെയ്തത്. അതൊന്ന് കൃത്യമായിട്ടുള്ളവർ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മള് 3 ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയുണ്ട് മക്കളെ? ചാപ്റ്റർ ഓക്കെ അല്ലേ?
ഓക്കെ ആണ് കേട്ടോ. ഓക്കെ, ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നതിന്റെ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറ്റിയെടുക്കും. സെറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സാറേ 4ാമത്തെ ക്വസ്റ്റ്യൻ കാണിച്ചോ. യെസ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ശ്രദ്ധിച്ചേക്കാട്ടാ. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1/2 എന്ന് പറഞ്ഞാൽ, സാറേ അതിന്റെ മലയാളം കൂടെ ഒന്ന് കാണിച്ചോടാ മക്കളെ. ഒരു സംഖ്യയുടെ അംശമുണ്ട്, ഛേദമുണ്ട്, ഒരു ഫ്രാക്ഷൻ ഉണ്ട്, ഒരു ഭിന്നസംഖ്യയാണ് മക്കളെ. ഭിന്നസംഖ്യയാണെന്ന് മനസ്സിലാക്കാം. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിനോട് 1 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. അതുപോലെ തന്നെ 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിനോട് 1 കൂട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിനോട് 1 കൂട്ടി. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? 1/3 കിട്ടി. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? ആ ഭിന്നസംഖ്യ ഏതാടാ? ഫ്രാക്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ കണ്ടീഷനും സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. സാറേ കണ്ടീഷൻ 1 ഒന്ന് കാണിച്ചു കൊടുത്തോടാ. ഫ്രാക്ഷൻ ഭിന്നസംഖ്യ ഈക്വൽ ടു x/y. നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഭിന്നസംഖ്യയാണ്. നമുക്കറിയാത്തതായതുകൊണ്ട് നമ്മൾ അതിനെ x/y എന്ന് വിളിക്കുന്നു. x/y. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കറിയാം x ആണ് ന്യൂമറേറ്റർ, y ആണ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്താൻ പോകുന്നത് നമുക്ക് നോക്കാം. സാറേ കണ്ടീഷൻ 1 നമ്മൾ കാണിക്കണം മക്കളെ. എന്താണ് കണ്ടീഷൻ 1? യെസ്, ഒന്നുമില്ല മക്കളെ, ശ്രദ്ധിക്കാം. സാറിന് ക്വസ്റ്റ്യൻ പറയുന്നത് ശ്രദ്ധിക്കാം. A fraction simplified after adding 1 to its numerator. ഓക്കെ അല്ലേ? നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്ററിനോട് 1 കൂട്ടി. അതായത് നമ്മുടെ ന്യൂമറേറ്റർ x ആണല്ലോ, ഈ എക്സിനോട് നമ്മൾ 1 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാണ്? x+1 കിട്ടി. ഡിനോമിനേറ്ററിന് യാതൊരു മാറ്റമില്ല, y തന്നെ. ഈ y തന്നെയാണ് ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത്, യാതൊരു മാറ്റമില്ല. ഈക്വൽ ടു എന്താണ്? 1/2 എന്നാ പറഞ്ഞേക്കുന്നേ. സോ x+1/y എന്ന് പറഞ്ഞാൽ 1/2 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്? നമുക്കറിയാം അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക? ഈ 2നെ x+ ഒന്നുകൊണ്ട് ഗുണിക്കുക. സാർ ഒന്ന് കാണിച്ചു കൊടുത്തേ. 2 × x+1 ഈക്വൽ ടു, ഇതിനടുക്കത്ത് ഈക്വൽ ടു സാർ അതുപോലെ ഇട്ടു, 1 × y എന്ന് പറഞ്ഞാൽ y തന്നെ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ 2 കൊണ്ട് x+1നെ മൾട്ടിപ്ലൈ ചെയ്തു. 2 × x+1 ഈക്വൽ ടു 1 × y എന്ന് പറഞ്ഞാൽ y തന്നെ. സെറ്റ് ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത് സാറേ? യെസ്, നോക്കാട്ടാ. നോക്ക, 2 × x+1 ഇതെങ്ങനെയാ ചെയ്യാം മക്കളെ? സിമ്പിൾ ആണല്ലോ. ആദ്യം 2നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക? 2x പ്ലസ് ഇനി 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2. സെറ്റ് ആണല്ലോ. അങ്ങനെയാണ് നമുക്കിവിടെ 2x + 2 2x+2 എന്ന ആൻസർ കിട്ടിയത്. ദാറ്റ്സ് ഈക്വൽ ടു y. ഇനി മക്കളെ എന്ത് മാറ്റമാണ് ഇക്വേഷന് വരുത്തേണ്ടത്? നമ്മൾ സാധാരണ ഒരു ഇക്വേഷന്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താണ്? ആദ്യം x അല്ലെ, പിന്നെ ഇവിടെ y വരും അല്ലെ, പിന്നെ ഒരു ഈക്വൽ ടു വരും, പിന്നെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു നമ്പർ, ചിലപ്പോൾ 2ഓ 4ഓ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടാവും. പക്ഷെ മക്കളെ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ അറിയാം, ഇത് നമുക്ക് വേണ്ട ഒരു രീതിയിലല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമുക്ക് വേണ്ട രീതിയിലേക്ക് ഈ ഇക്വേഷനെ മാറ്റണം. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെയാ മക്കളെ നമ്മൾ റീഅറേഞ്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. ഒന്നുമില്ല, നമ്മുടെ y ഇവിടെയല്ലേ കിടക്കുന്നേ, ഈ y നെ നമുക്ക് ഇപ്പുറത്തേക്ക് എടുത്താലോ. അപ്പൊ നമ്മൾ y നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അതുപോലെ ഈ +2 ഉണ്ടല്ലോ, അവനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോ ഈ +y ഇങ്ങോട്ട് വരുമ്പോൾ -y ആകും അല്ലെ, -y ആയി. ഈക്വൽ ടു ഈ +2 ഇങ്ങോട്ട് വരുമ്പോൾ -2 ആയി. ഓക്കെ മക്കളെ? അപ്പൊ നോക്കിയ മക്കളെ, നമ്മുടെ ഈ ഒരു ഇക്വേഷന്റെ ഫോമിലായല്ലോ. ആദ്യം x, പിന്നെ y, പിന്നെ ഈക്വൽ ടു, പിന്നെ നമ്മുടെ നമ്പർ. സെറ്റ് ആണല്ലോ. ഈ ഒരു ടൈപ്പിലാണ് എപ്പോഴും നമ്മുടെ ഇക്വേഷൻ നമുക്ക് വേണ്ടത്. ഇതാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പം. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ വഴി നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കണ്ടുപിടിക്കാൻ പോവാണ് മക്കളെ. എന്താണ് കണ്ടീഷൻ 2 എന്ന് നോക്കാം. നോക്കിയേ, 1 added to the denominator. ഓക്കെ, നമ്മൾ നേരത്തെ ന്യൂമറേറ്ററിലാണ് 1 ആഡ് ചെയ്തത് അല്ലെ, എക്സിനോടാണ് 1 കൂട്ടിയത്. പക്ഷെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഡിനോമിനേറ്ററിന്റെ കൂടെയാണ് 1 ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് എക്സ് അതുപോലെ തന്നെ യാതൊരു മാറ്റവും ഇല്ല, ബൈ y+1 ഡിനോമിനേറ്ററിൽ 1 കൂട്ടി ഈക്വൽ ടു, അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയേ? 1/3 കിട്ടി. സോ ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. നമ്മൾ നേരത്തെ എന്ത് ചെയ്തോ അതേ സ്റ്റെപ്പിൽ ഇതും ചെയ്യാം. ഇങ്ങനെ മക്കളെ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ നോക്കിയാൽ അറിയാം. യെസ്, x/y+1 ഈക്വൽ ടു 1/3. ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ ആദ്യം ഇത് തമ്മിൽ ഗുണിക്കുക അല്ലെ. 3 × x 3x എന്ന് കിട്ടും. ഈക്വൽ ടു മക്കളെ, ഇനി y+1നെ 1 കൊണ്ട് ഗുണിക്കുക. ഓക്കെ അല്ലേ മക്കളെ? y+1 × 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാടാ? യെസ്, y+1 തന്നെ. ഒരു ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഗുണിച്ചാൽ ഇത് തന്നെ കിട്ടൂലടാ. അതായത് 3x ഈക്വൽ ടു y+1 എന്ന് നമുക്ക് കിട്ടിയല്ലോ. യെസ്, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 3x ഈക്വൽ ടു y+1.
ക്ലിയർ ആണല്ലോ. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ട ഒരു ഫോമിലേക്ക് ഇക്വേഷന് റീഅറേഞ്ച് ചെയ്യാം അല്ലെ. എക്സ് ഇവിടെ കിടപ്പുണ്ട്, അപ്പൊ എക്സിനെ അനക്കണ്ട. എടാ വൈ ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ് അല്ലേ, അപ്പൊ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 3x - y ഈക്വൽ ടു 1 അവിടെ തന്നെ നിന്നോട്ടെ, 1 എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 നമ്മൾ അടിപൊളിയായിട്ട് ഫോം ചെയ്തു. ഓക്കെ മക്കളെ, അപ്പൊ 2 ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഇവരെ അങ്ങോട്ട് സോൾവ് ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് എത്തിയാൽ മാത്രം മതി. സാറേ അതൊന്ന് കാണിച്ചു കൊടുത്തേ. യെസ് മക്കളെ, ആദ്യം നമ്മുടെ ഇക്വേഷൻ നമ്പർ 2, അടുത്തായിട്ട് സാറേ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. യെസ്, എന്താണ് മക്കളെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആദ്യം എഴുതിയത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും. സ്വാഭാവികമാണ് അല്ലെ. വേറൊന്നുമല്ല, നമ്മുടെ ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 ആണ്, ഇത് -2 ആണ്. സാറ് പറഞ്ഞിട്ടുണ്ട് യെസ്, വലുതീന്ന് ചെറുത് കുറക്കുന്നതാണ് ഏറ്റവും നല്ലത്. മക്കളെ 1 ആണോ വലുത്, -2 ആണോ വലുത്? എന്താ മക്കളെ വലുത്? 1 ആണ് വലുത്, -2 എന്താണ്, ചെറുതാണ്. സോ നമ്മൾ എന്താണ്, ഇക്വേഷൻ നമ്പർ 2 ആദ്യം എഴുതി, ഇക്വേഷൻ നമ്പർ 1 രണ്ടാമതായിട്ട് എഴുതി. വേറൊന്നുമല്ല, ഈ 2 ന്ന് 1 കുറക്കാൻ വേണ്ടിയിട്ടാണ്. സെറ്റ് ആണല്ലോ സാറേ. ഇക്വേഷൻ 2 - 1 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? യെസ് മക്കളെ, നമ്മളിവിടെ ഇക്വേഷൻ 2 ന്ന് ഇക്വേഷൻ 1 കുറക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താ നമുക്ക് കിട്ടുന്നത് നോക്കാം. യെസ്, 3x ന്ന് 2x പോയി കഴിഞ്ഞാൽ x കിട്ടും. സെറ്റ് ആണല്ലോ. ഇനി നോക്കാട്ടോ മക്കളെ, ഇനി നോക്കാട്ടാ, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ -y ആണ്. -y ന്ന് എന്താ നമുക്ക് കുറക്കണ്ടേ? -y ആണ് കുറക്കണ്ടേ. അപ്പോ -y മൈനസ് ഈ മൈനസ് ഏതാ മക്കളെ? ഇത് കുറക്കാൻ ഒരു മൈനസ് ഇടണ്ടേ, അതാണ് ഈ മൈനസ്. ഇനി ഇവിടുത്തെ നമ്പർ -y, അത് അതുപോലെ തന്നെ ഇടാം. ക്ലിയർ ആണല്ലോ. ഇപ്പൊ 2 മൈനസ് ആരും കൺഫ്യൂഷൻ ആവണ്ട. ഈ മൈനസ് കുറക്കാനുള്ള മൈനസ്, ഈ മൈനസ് വൈയുടെ കൂടെ ഇവിടെയുള്ള മൈനസ് ആണ്. സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ -y + y എന്നാകൂലേ, കാരണം 2 മൈനസ് ഒരുമിച്ച് വന്നാൽ പ്ലസ് ആയിട്ട് മാറും. -y + y എന്ന് പറഞ്ഞാൽ എന്താടാ? 0 ആണ്. അങ്ങനെയാണ് ഇവിടെ 0 കിട്ടിയിരിക്കുന്നത്. എന്റെ മക്കൾ മനസ്സിലാക്കണേ. ഈക്വൽ ടു ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് മക്കളെ, ശ്രദ്ധിക്കാട്ടാ. 1 ന്ന് -2 കുറക്കണം. നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം 1 എഴുതി, ഇനി കുറക്കാനുള്ള മൈനസ് നമ്മൾ ഇട്ടു. ഇത് കുറക്കാനുള്ള മൈനസാ. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഈ -2 മൈനസ് ഇല്ലേ, അത് നമ്മൾ രണ്ടാമത് എഴുതി 2 ഇട്ടു. സെറ്റ് ആണല്ലോ. 1 - -2 എന്ന് പറഞ്ഞാൽ 1 + 2 ആണ്. അതിന്റെ ആൻസർ എന്താ മക്കളെ? 3 ആണ്. അതുകൊണ്ടാണ് x = 3 നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് മക്കളെ. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ അടിപൊളിയായിട്ട് കണ്ടുപിടിച്ചു. അതായത് നമ്മുടെ ഫ്രാക്ഷന്റെ ഫ്രാക്ഷൻ x/y ആയിരുന്നു അല്ലേ, x/y ആയിരുന്നു. അതിന്റെ x നമ്മൾ കണ്ടുപിടിച്ച് ഇനി ആരെ കണ്ടുപിടിക്കണോടാ? y-നെ കണ്ടുപിടിക്കണം. x കിട്ടിക്കഴിഞ്ഞാൽ y കണ്ടുപിടിക്കാൻ നമ്മുടെ സ്ഥിരം പരിപാടി സാറേ പുട്ട് അല്ലേ. പുട്ട് x = 3 in ഇക്വേഷൻ 2. ഒന്നുമില്ല, ഏതെങ്കിലും ഒരു ഇക്വേഷന് നമുക്ക് കിട്ടിയ എക്സോ വൈയോ കൊടുക്കുക. നമുക്ക് ഇവിടെ കിട്ടിയത് x ആയതുകൊണ്ട് നമ്മൾ x കൊടുക്കാൻ പോവാണ്. പുട്ട് x = 3 in ഇക്വേഷൻ 2. അപ്പൊ അടുത്ത പരിപാടി മക്കളെ, ഏത് ഇക്വേഷനിലാണോ കൊടുക്കുന്നത് ആ ഇക്വേഷൻ കൃത്യമായി എഴുതാം. 3x - y = 1, അത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഓക്കെ, അതിൽ നമ്മൾ x-ന് 3 കൊടുത്താൽ മതി. ഈ x കിടക്കുന്നു, തന്നെ കൊടുക്കാടാ, 3 കൊടുക്കുക. സാറേ കൊടുത്തോ. 3 × x-ന് പകരം 3 കൊടുത്തു. -y അതുപോലെ തന്നെ =1 അതുപോലെ തന്നെ, വേറൊരു മാറ്റവും ഇല്ല. x-ന് മാത്രം എന്ത് കൊടുത്തടാ? 3 കൊടുത്തു. നമ്മൾ യെസ് ഇതുപോലൊരു കാര്യം കിട്ടി സാറേ. 3 × 3 എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? 9 ആണ്. 9 - y = 1 എന്ന് കിട്ടും. ഇനി മക്കളെ എങ്ങനെയാണ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക? കൺഫ്യൂഷൻ ആയില്ലേ അല്ലേ? ഇവിടെ -y ഒക്കെ കിടപ്പുണ്ട്. അപ്പൊ മക്കളെ അത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുമില്ല, 9 - y = 1 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ മക്കൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ വേരിയബിൾസിന്റെ കൂടെ പോസിറ്റീവ് വരാൻ നോക്കുക. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കില്ല അല്ലെ, അങ്ങനെയല്ല പറയാറ്. അതുപോലെ നമ്മുടെ വേരിയബിൾസിന്റെ കൂടെ എപ്പോഴും എന്താ വരേണ്ടത്? പ്ലസ് ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ വൈയുടെ കൂടെ മൈനസ് ആ വന്നിരിക്കുന്നത്. അപ്പൊ മൈനസ് കളയാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട മക്കളെ, ഈ -y ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയടാ. അപ്പൊ എന്തായി? +y ആയില്ലേ? +y ആയി. ഇനി നോക്കാം. ഈ +1-നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? അത് -1 ആകൂലേടാ, -1 ആകൂലേ? അപ്പൊ 9 ഇവിടെ ഓൾറെഡി ഉണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ഈ -y-നെ ഇങ്ങോട്ട് എടുത്തപ്പോ +y ആയി. ഈ 1-നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്താ അവിടെ? -1 ആകും. സെറ്റല്ലേ? +1 ഇങ്ങോട്ട് വരുമ്പോൾ -1 ആകും. ഓക്കെ, 9 - 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. y = നമുക്ക് എന്ത് കിട്ടും സാറേ? 8 എന്ന് കിട്ടും. ഇങ്ങനെയാണ് y-യുടെ വാല്യൂ കൃത്യമായി നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമ്മുടെ ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. സാറേ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഫ്രാക്ഷൻ ഭിന്നസംഖ്യ x/y എന്നാണ് നമ്മൾ എടുത്തത്. x-ന് പകരം 3 കൊടുക്കുക, y-ക്ക് പകരം 8 കൊടുക്കുക. ഇത്രയുള്ള ആൻസർ. സെറ്റ് ആണല്ലോ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കാടാ. ഓക്കെ യെസ് മക്കളെ, അപ്പൊ നമ്മള് കുറച്ചധികം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അല്ലെ. അത്യാവശ്യം നീളമുള്ള അല്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ. ഇനി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാലാ? സാർ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തത് നമ്മുടെ കുട്ടികൾക്ക്.
യെസ് മക്കളെ, ഒന്നുമില്ലടാ. there are 100 beads. മുത്തുകൾ മക്കളെ, മുത്തുകളുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താ മക്കളെ, ഒരു പെട്ടിയിൽ 100 മുത്തുകളുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ എ ബോക്സ്. ഒരു പെട്ടിയിൽ കറുത്തതും വെളുത്തതും ഒക്കെ ആയിട്ട് എത്ര മുത്തുകളുണ്ട്? ടോട്ടൽ 100 മുത്തുകളാണ് ഉള്ളത്. 10 more black than white. ഓക്കെ അല്ലേ മക്കളെ? അതായത് വൈറ്റിനേക്കാളും 10 കൂടുതലാണ് ബ്ലാക്ക് മുത്തുകൾ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ആരാ കൂടുതൽ, ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ? ബ്ലാക്ക് ആണ് കൂടുതൽ. വൈറ്റിനേക്കാളും എത്ര കൂടുതലാണ് ബ്ലാക്ക്? 10 എണ്ണം കൂടുതലാണ്. സെറ്റ് ആണല്ലോ. അതായത് ഇപ്പോ സപ്പോസ് നിങ്ങൾ വിചാരിക്കാം വൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് മുത്തുകളുടെ എണ്ണം ഒരു 40 ആണെങ്കിൽ ബ്ലാക്ക് എന്തായിരിക്കും? ഇതിനേക്കാൾ 10 കൂടുതൽ എന്താ? 50 ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റിലാണ് ആ ഒരു വേണ്ടി തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോ ഫൈൻഡ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്സ്. കറുത്ത മുത്തുകളുടെ എണ്ണം കണ്ടുപിടിക്കുക, വെളുത്ത മുത്തുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മൊത്തം എത്ര മുത്തുകളുണ്ട് മക്കളെ? 100 മുത്തുകളുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സാറേ യെസ് കാണിച്ചു. ഓക്കെ മക്കളെ, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള സ്റ്റെപ്പ് തന്നെ. എന്താണ്? നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ഈക്വൽ ടു കറുത്ത മുത്തുകളുടെ എണ്ണം നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? എക്സ് ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വെളുത്ത മുത്തുകളുടെ എണ്ണം എന്തായിരിക്കും സാറേ? നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, വെളുത്ത മുത്തുകളുടെ എണ്ണം നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നു. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ മക്കളെ, അപ്പോ ആദ്യത്തെ ആ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ ഫസ്റ്റ് ഹിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്താടാ? there are 100 beads. മൊത്തം 100. അപ്പൊ എക്സും വൈയും കൂട്ടിയാൽ എത്ര കിട്ടണോടാ? 100 കിട്ടണ്ടേ? അപ്പൊ ഇക്വേഷൻ നമ്പർ 1 കിട്ടിയില്ലേ നമുക്ക്? സാറ് കാണിച്ചു കൊടുത്തേ. യെസ്, ടോട്ടൽ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞത് കാരണം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 2 വേണ്ടേ? അപ്പൊ ഇക്വേഷൻ നമ്പർ 2 ഹിന്ദു നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. എന്താണ് മക്കളെ? 10 more black than white. അതായത് ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ബീഡ്സ്, വെള്ളമുത്തുകൾ ഇപ്പോ സപ്പോസ് 20 ആണെങ്കിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 30 ആയിരിക്കും. അതിനേക്കാൾ 10 കൂടുതൽ. ഇനി വൈറ്റിന്റെ എണ്ണം 40 ആണെങ്കിൽ ബ്ലാക്കിന്റെ എണ്ണം എത്ര ആയിരിക്കും? 50 ആയിരിക്കും. അതിനേക്കാൾ 10 കൂടുതലായിരിക്കൂലേ? അപ്പൊ മക്കളെ, നിങ്ങൾ ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം, ബ്ലാക്കും വൈറ്റും മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടൂടാ? 30 - 20 എത്രയാ? 10 കിട്ടുന്നില്ലേ? അതായത് ഇവിടെ നോക്കിയാൽ അറിയാം, ബ്ലാക്കും വൈറ്റും കുറച്ച് കഴിഞ്ഞാൽ 50 - 40, അവിടെ നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി. അതായത് മക്കളെ ഒന്നുമില്ലടാ. യെസ്, വൈറ്റിനേക്കാളും ബ്ലാക്ക് 10 കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ഡിഫറൻസ് 10 ആണ്. നോക്കിയാൽ അറിയാം, ഡിഫറൻസ് 10 കിട്ടിയില്ലേ? അപ്പോ എക്സിന്ന് വൈ കുറച്ചാൽ, ബ്ലാക്കിന്ന് വൈറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. സോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? 10 എന്ന് പറയാം. ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇക്വേഷൻ നമ്പർ 1 കിട്ടി, 2 കിട്ടി. ഇനി നോക്കണ്ട എന്താ? എക്സുകൾ ഈക്വൽ ആണോ മക്കളെ? എക്സുകൾ ഈക്വൽ ആണോടാ? എക്സുകൾ ഈക്വൽ ആണ്. വൈകൾ ഈക്വൽ ആണോ? വൈകളും ഈക്വൽ ആണ്. അപ്പൊ ഇക്വേഷനിൽ കാര്യമായിട്ട് ചേഞ്ച് ഒന്നും വരുത്തണ്ട. ഒന്നില്ലെങ്കിൽ പ്ലസ് ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് ചെയ്യാം. സാറേ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? സാറേ കാണിച്ചോടാ. മക്കളെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കാട്ടാ. നമ്മൾ 1 - 2 കുറക്കാണ്. അതിന്റെ കാരണം എന്താടാ? സാറ് പറഞ്ഞുതരാം. ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡ് നോക്കിയടാ. ഇവിടെ 100, ഇവിടെ 10. അപ്പൊ ഇത് വലുത്, ഇത് ചെറുത്. അപ്പൊ എന്താ ചെയ്യേണ്ടേ? വലുതിന്ന് ചെറുത് കുറച്ചാൽ മതി. സെറ്റ് അല്ലേ? വലുതിന് ചെറുത് കുറച്ചാൽ മതി. അതായത് ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറച്ചാൽ മതി. ശ്രദ്ധിക്കാട്ടാ. അപ്പൊ എക്സിൽ നിന്ന് എക്സ് കുറച്ചാൽ എന്ത് കിട്ടൂടാ? 0 കിട്ടും. സാർ ഇവിടെ 0 എഴുതിയിട്ടില്ല, 0 കിട്ടുന്നു. ഇനി ശ്രദ്ധിക്കാം മക്കളെ, വൈന്ന് മൈനസ് വൈ കുറച്ചാൽ എന്താ കിട്ടടാ? ശ്രദ്ധിക്കാടാ. നമ്മളിവിടെ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറയ്ക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ വൈന്ന് മൈനസ് വൈ കുറയ്ക്കണ്ട. അപ്പൊ വൈ ഇട്ടു നമ്മള്. ഇനി മൈനസ് വൈ ഇട്ടു. ഇനി കുറയ്ക്കാനുള്ള മൈനസ് നമുക്ക് ഇടണ്ടേ? മൈനസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ 2 മൈനസും ഒരുമിച്ച് വന്നാൽ അതെന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സോ ഇവിടെ എന്താ കിട്ടുക? വൈ പ്ലസ് വൈ. എന്താ മക്കളെ? വൈ പ്ലസ് വൈ. ഒരു വൈയും കൂടിയാൽ മൊത്തം 2 വൈ കിട്ടും അല്ലെ? സോ 2y ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? 100 നിന്ന് 10 കുറച്ചാൽ 90 എന്ന് കിട്ടും. സോ 2y ഈക്വൽ ടു 90 എന്ന് കിട്ടി. സാറേ y ഈക്വൽ ടു എന്തായിരിക്കും സാറേ? y ഈക്വൽ ടു മക്കളെ, ഈ ഇൻറ്റു 2 നേരെ താഴത്തേക്ക് വന്നാൽ ബൈ 2 ആകൂലേ? അതായത് 2y ഈക്വൽ ടു 90 എന്നായിരുന്നു. അപ്പൊ y ഈക്വൽ ടു എന്താ പറയുക മക്കളെ? 90/2 എന്ന് കിട്ടും അല്ലെ? 90/2 എന്താടാ? 45. സോ y ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 45 എന്ന് കിട്ടി. അതായത് വെളുത്ത മുത്തുകളുടെ എണ്ണം y കണ്ടുപിടിച്ചു 45. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? യെസ്, കറുത്ത മുത്തുകളുടെ എണ്ണം കാണണം. സാർ എങ്ങനെ കറുത്ത മുത്തുകളുടെ എണ്ണം കാണാം? പുട്ട് നമുക്ക് കിട്ടിയ വൈനെ നമ്മള് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. അല്ലെ, ഏത് ഇക്വേഷനിൽ കൊടുക്കുക? എനിക്കറിയാം, 1ാമത്തെ ഇക്വേഷനാണ് കൊടുക്കുക. കാരണം ഇതിൽ എന്തില്ല? നെഗറ്റീവ്സ് ഇല്ല. സെറ്റ് അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ 1ാമത്തെ ഇക്വേഷൻ കൃത്യമായി എഴുതി.
എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100 സെറ്റ് ആണല്ലോ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതി. ആ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ വൈക്ക് എന്ത് കൊടുക്കാടാ? വൈയുടെ നേരെ 45 കൊടുക്കുക. എക്സ് അതുപോലെ തന്നെ എക്സിനൊന്നും കൊടുക്കണ്ട കേട്ടോ, കാരണം എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എക്സിനൊന്നും കൊടുക്കണ്ട, വൈക്ക് മാത്രം 45 കൊടുക്കുന്നു. ഇനി ഈ പ്ലസ് 45 നമുക്ക് ഇങ്ങോട്ട് വന്നാൽ സാർ എന്താകും? എക്സ് ഈക്വൽ ടു 100 മൈനസ് 45 എന്ന് കിട്ടും. സോ ആൻസർ എക്സ് എന്ത് കിട്ടി മക്കളെ? 55 എന്ന് കിട്ടി കേട്ടാ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ വൈയും കണ്ടുപിടിച്ചു, എക്സും കണ്ടുപിടിച്ചു. ഇനി നേരെ നമുക്ക് ആൻസർ കൊടുക്കാം. എന്താ മക്കളെ? നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്, കറുത്ത മുത്തുകളുടെ എണ്ണം എക്സ് ആയിട്ട് എടുത്തത്. എക്സ് എത്ര കിട്ടി? 55 എന്ന് കിട്ടി. ഇനി നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, വെളുത്ത മുത്തുകളുടെ എണ്ണം വൈ എന്നാ എടുത്ത്, അത് എത്ര കിട്ടിയടാ? 45 എന്ന് കിട്ടി. മക്കളെ ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. യെസ് മക്കളെ, യെസ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാൻ മക്കളെ. യെസ്, എന്താണ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കാം. The sum of the digits of a 2-digit number is 11. അതായത് മക്കളെ നമുക്കൊരു 2-digit നമ്പർ ഉണ്ട്. ഓക്കെ, ആ നമ്പേഴ്സിന്റെ ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? 11 ആണ് കിട്ടുക എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. The number got by interchanging the digits is 27 more than the original number എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് സാർ പറഞ്ഞുതരാം. വാട്ട് ഈസ് എ നമ്പർ? ആ സംഖ്യ ഏതാണ്? ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ സംഖ്യക്ക് 2 ഡിജിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? 2 ഡിജിറ്റുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ മക്കളെ? നോക്കിയാൽ അറിയാം. 24 ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. ഫസ്റ്റ് ഡിജിറ്റ് 2 ആണ്, സെക്കൻഡ് 4 ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഇതുപോലെ നമുക്ക് എന്തുണ്ട്? ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ടാ. ഓക്കെ, ആ നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? 11 ആണ് കിട്ടുക. ഓക്കെ അല്ലേ മക്കളെ? ഈ ഒരു 2 ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സാറേ, യെസ്, ലെറ്റ് ദ 2 ഡിജിറ്റ് നമ്പർ ഈക്വൽ ടു, ആ രണ്ടക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്ന് എടുക്കുകയാണ്. എക്സ് വൈ മക്കളെ, എക്സ് വൈന് സാറ് 10x പ്ലസ് വൈ എന്ന് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് സാറ് പറഞ്ഞുതരാം. ശ്രദ്ധിക്കട്ടാ മക്കളെ, ഒന്നുമില്ല, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ശ്രദ്ധിക്കട്ടാ. എടാ 28 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു 2 ഡിജിറ്റ് നമ്പർ ആണ്. ഓക്കെ, ഈ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ സാറ് ഒന്ന് മാറ്റി എഴുതാൻ പോകണം. ശ്രദ്ധിക്കട്ടാ. 28നെ സാറ് 2 into 10, അതായത് ആദ്യത്തെ നമ്പർ കൊണ്ട് നമ്മൾ 10 മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് സെക്കൻഡ് നമ്പർ എത്രയാണ്? 8. ഓക്കെ മക്കളെ, ഇത് ചെയ്താൽ എന്താ കിട്ടുക? 2 into 10 20. 20 പ്ലസ് 8 എന്ത് കിട്ടും? 28 കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ 28ന് നമുക്ക് എന്ത് ചെയ്യാടാ? 2 into 10 പ്ലസ് 8 എന്ന് എഴുതാം. ഇനി 36ന് നമുക്ക് അതുപോലെ എങ്ങനെ എഴുതാടാ? 2 into ആദ്യത്തെ നമ്പർ ഏതാടാ? 3 പ്ലസ് രണ്ടാമത്തെ നമ്പർ 6. സോറി, 3 അല്ല മക്കളെ, എന്താണ്? 10 ആണ്. 2 into സോറി, യെസ് മക്കളെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സാർ ഇത് ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കാം. The sum of the digits of a 2-digit number is 11. മക്കളെ, നമ്മുടെ കയ്യിൽ ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. മക്കളെ, 2 ഡിജിറ്റ് നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാലോ. 26 എന്താണ്? 2 ഡിജിറ്റ് നമ്പർ ആണ്. 31 എന്താണ്? 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോ ഇതുപോലെ നമുക്ക് എന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ നമ്പറിന്റെ പ്രത്യേകത എന്താ മക്കളെ? ഈ 2 ഡിജിറ്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 11 ആണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. The number got by interchanging the digits is 27 more than the original number എന്ന് പറഞ്ഞാൽ ഓക്കെ മക്കളെ, അത് സാറ് വഴിയെ പറയാം, അതായിരിക്കും നല്ലത്. ഓക്കെ, വാട്ട് ഈസ് എ നമ്പർ? ഈ സംഖ്യ ഏതാണ്? ഈ 2 ഡിജിറ്റ് നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. സെറ്റ് ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി സാർ എന്താണ് കാണിച്ചു കൊടുത്തേ? ലെറ്റ് ദ 2 ഡിജിറ്റ് നമ്പർ ഈക്വൽ ടു, നമ്മൾ 2 ഡിജിറ്റ് നമ്പറിനെ എന്താണ്? എക്സ് വൈ എന്ന് എടുക്കാണ്ട മക്കളെ. എന്താണ് എക്സ് വൈ എന്ന് എടുക്കാൻ കാരണം? അല്ലെ, നമുക്ക് ഒന്നാമത്തെ ഡിജിറ്റും അറിയില്ല, രണ്ടാമത്തെ ഡിജിറ്റും അറിയില്ല. സോ നമ്മൾ രണ്ടും അറിയാത്തതുകൊണ്ട് എക്സ് വൈ എന്ന് എടുക്കാണ്. ഓക്കെ അല്ലേ മക്കളെ? ഈ എക്സ് വൈന് സാർ ഇവിടെ 10x പ്ലസ് വൈ എന്ന് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ വന്നത് സാർ പറഞ്ഞുതരാം. ഓക്കെ മക്കളെ, ഈ 26 കണ്ടോ എല്ലാവരും? 26 എനിക്ക് വേണമെങ്കിൽ 2 into 10 പ്ലസ് 6 എന്ന് എഴുതാം. കാരണം എന്താ മക്കളെ? ഒന്നുമില്ല, 2 into 10 എന്താ? 20 ആണ്. 20 പ്ലസ് 6, 20 പ്ലസ് 6 26. 26 കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ 26ന് നമുക്ക് ഈ ആദ്യത്തെ നമ്പർ എടുക്കുക. 2 into 10 പ്ലസ് രണ്ടാമത്തെ നമ്പർ എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ 35 നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ആദ്യം ഈ നമ്പർ എടുക്കുക, 3 എടുക്കുക. 3ന് എന്തുകൊണ്ട് ഗുണിക്കുക? 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടും? 30 പ്ലസ് എന്ത് ചെയ്യുക? ഈ നമ്പർ ചെയ്യുക. എന്താ കിട്ടുക? 35 കിട്ടും. ഷുവർ ആണ്. അതുപോലെ നമുക്ക് എക്സ് വൈനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റൂടാ? ഒന്നുമില്ല, ആദ്യം നമ്മൾ ആദ്യത്തെ നമ്പർ ആയിട്ടുള്ള എക്സ് എടുത്തു. എക്സ് ഇൻറ്റു 10 അല്ലേ? നമ്മൾ 2 into 10 ചെയ്ത പോലെ എക്സ് ഇൻറ്റു 10 പ്ലസ് ഇനി രണ്ടാമത്തെ നമ്പർ ആയിട്ടുള്ള വൈ. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് സാറോട് എഴുതിയേക്കുന്നത് 10x പ്ലസ് വൈ. ക്ലിയർ ആണല്ലോ? ഓക്കെ സാർ. ഇനി
മക്കളെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടുമെന്ന് ക്വസ്റ്റ്യനിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 എന്ന് കിട്ടി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഇക്വേഷൻ നമ്പർ 2 ഹിന്റ് ആണ് രണ്ടാമത് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താണത്? The number got by interchanging the digits is 27 more than the original number എന്ന് പറഞ്ഞാൽ ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റും നമ്മൾ. അതായത് എക്സ് വൈ എന്നുള്ളത് എന്ത് ചെയ്യോടാ വൈ എക്സ് എന്നാക്കും. അങ്ങനെ മാറ്റിയാൽ കിട്ടുന്ന ആ ഒരു സംഖ്യ ഉണ്ടല്ലോ, ആദ്യത്തെ സംഖ്യയേക്കാൾ എത്ര കൂടുതലാടാ? 27 കൂടുതലാണെന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സംഗതി നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാൻ നോക്കാം? സാറേ ഒന്ന് കാണിച്ചു കൊടുത്തേ. യെസ് മക്കളെ, നമ്മൾ എക്സ് വൈ എന്നുള്ള ആ ഒരു നമ്പറിന്റെ ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ്. ആദ്യം വൈ എഴുതും, പിന്നെ എക്സ് എഴുതും. സാറേ എന്താ അത്? വൈ എക്സ്. മക്കളെ ഇതുപോലെ വൈ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റുള്ള. ആദ്യം നമ്മൾ വൈനെ 10 കൊണ്ട് ഗുണിക്കുന്നു, പ്ലസ് അടുത്ത നമ്പർ എക്സ് അല്ലെ. നമ്മളിത് എക്സ് വൈനെ ഇതുപോലെ എഴുതി, വൈ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് സാർ ഇവിടെ 10y plus x എഴുതിയേക്കുന്നത്. സെറ്റ് ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, യെസ്. അപ്പോ ഇനി നമ്മൾ എക്സ് വൈ എന്നും വൈ എക്സ് എന്നും അല്ല വിളിക്കുക, 10x plus y എന്നും 10y plus x എന്നുമാണ് വിളിക്കുക. സെറ്റ് ആണല്ലോ? ഓക്കെ സാർ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഹിന്റ് വെച്ച് നമുക്ക് നോക്കാം. സാറ് പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ നോക്കാം. The number got by interchanging the digits എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ആണ്. ഈ നമ്പർ ഇനി വൈ എക്സ് അല്ല, ഇതാണ് നമ്മുടെ നമ്പർ. എന്താ? 10y plus x. ഈ 10y plus x ഈക്വൽ ടു എന്താടാ? മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. എത്ര കൂടുതലാ? 27 മോർ ദാൻ ഒറിജിനൽ നമ്പർ. അപ്പൊ നമുക്ക് ഒറിജിനൽ നമ്പർ വേണ്ടേ? എന്താണ് ഒറിജിനൽ നമ്പർ? അത് പിന്നെ 10x plus y. അപ്പോ നമ്മൾ ആദ്യം 10y plus x എഴുതി, ഈക്വൽ ടു ഒറിജിനൽ നമ്പർ ആയിട്ടുള്ള 10x plus y എഴുതി. ഇനി ഇതിനേക്കാൾ എത്ര കൂടുതലാടാ ഈ നമ്പർ? 27 കൂടുതലാ. അപ്പൊ ഇതിനോട് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഡിജിറ്റിനോട്, ഫസ്റ്റ് നമ്പറിനോട് നമ്മൾ എന്ത് ചെയ്തു? 27 കൂട്ടി. ഓക്കെ അല്ലേ? അപ്പോ ഒറിജിനൽ നമ്പറിനോട് 27 കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഇന്റർചേഞ്ച് ചെയ്ത നമ്പർ കിട്ടും. ഇപ്പൊ നമ്മൾ ഇക്വേഷൻ കറക്റ്റ് ആയില്ലേ? ഒന്നുകൂടെ സാർ പറയാം. ഒറിജിനൽ നമ്പറിനോട് 27 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? യെസ്, നമുക്ക് പുതിയ ആ ഒരു നമ്പർ ഉണ്ടല്ലോ, ഇന്റർചേഞ്ച് ചെയ്ത ആ നമ്പർ കിട്ടും. അക്കങ്ങൾ പരസ്പരം മാറ്റിയപ്പോൾ കിട്ടിയ നമ്പർ കിട്ടും. സെറ്റ് ആണല്ലോ? ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാം? രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യാം. സാറേ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് മക്കളെ? അപ്പോൾ എളുപ്പത്തിന് വേണ്ടി സാറിന്റെ ഈക്വൽ ടുവിന്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ആദ്യം എഴുതി, ഈക്വൽ ടു ഇത് രണ്ടാമത് എഴുതി. അത് നമ്മുടെ ക്വസ്റ്റ്യൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാ, വേറൊന്നുമല്ല. എക്സിന് എപ്പോഴും പോസിറ്റീവ് വാല്യൂ വരുത്തുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ നോക്കാം സാർ എന്താ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. നമ്മളിതേ യെസ് 10x ഇവിടെ ഓൾറെഡി ഉണ്ട് മക്കളെ. ഇവിടെ ഒരു പ്ലസ് എക്സ് കണ്ടോ? ഈ പ്ലസ് എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. സാർ ഒന്ന് കാണിച്ചു കൊടുത്തേ, നമുക്ക് കാണിച്ചു കൊടുത്തോണ്ട് പറയാം. ഓക്കെ, ഒന്നുമില്ല, 10xനെ നമ്മൾ അവിടെ തന്നെ നിർത്തി. സെറ്റ് ആണല്ലോ? ഈ പ്ലസ് എക്സ് ഉണ്ടല്ലോ, അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ എന്തായടാ? മൈനസ് എക്സ് ആയി. അതും ഓക്കെയാണ്. ഇനി നോക്കിയടാ, പ്ലസ് വൈ ഉണ്ടല്ലോ ഇവിടെ, അവൻ അതുപോലെ തന്നെ എഴുതി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു 10y ഇല്ലേ, അവനെയും ഈക്വൽ ടുവിനെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ -10y ആയി. സെറ്റ് ആണല്ലോ? അപ്പൊ ഒന്നുമില്ല, ആദ്യം 10x അതുപോലെ തന്നെ, ഈ പ്ലസ് എക്സിന് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ -x ആയി. കണ്ടല്ലോ? ഇനി പ്ലസ് വൈ ഇവിടെ ഓൾറെഡി ഉണ്ട്, അപ്പൊ അവൻ അതുപോലെ തന്നെ എഴുതാം. ഇനി നോക്കി മക്കളെ, ഈ 10y സാർ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ -10y ആയി, ഈക്വൽ ടു മക്കളെ ഇവിടെ ഒരു +27 ഇല്ലേ, അവനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തപ്പോൾ -27 ആയി. ഒന്നുമില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി, അത്രയുള്ള കാര്യങ്ങള്. അപ്പൊ നോക്കിയ മക്കളെ, 10x - x, 10x ഒരു x പോയാൽ സാർ എത്ര x ആ? കാണിച്ചു കൊടുത്തേ. 9x എന്ന് കിട്ടും. 9x. അതുപോലെ മക്കളെ y എന്ന് 10y പോയാൽ, ഇതെന്റെ മക്കൾ ശ്രദ്ധിക്കാട്ടാ, y - 10y എന്ന് പറഞ്ഞ എന്താടാ? ഒരു y എന്ന് 10y പോയാൽ അത് ചെയ്യാൻ വേണ്ടി 1 - 10 ചെയ്താൽ മതി. എന്താ മക്കൾ? 1 - 10 -9 അല്ലേ? -9 ആണ്. കാരണം എന്താ? വലുതിന്ന് ചെറുത് കുറക്കണം. 10 നിന്ന് 1 കുറച്ചാൽ 9, വലുതിന്റെ ചിഹ്നം -9 എന്ന് കിട്ടും. ഓക്കെ മക്കളെ, അപ്പോ 1 - 10 -9 ആണെങ്കിൽ ഒരു y - 10y എന്തായിരിക്കും? -9y ആയിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? 1 - 10 -9 ആണെങ്കിൽ 1y - 10y ഈക്വൽ ടു -9y ആയിരിക്കും. ഓക്കെ മക്കളെ, അങ്ങനെയാണ് ഇവിടെ -9y കിട്ടിയത് ട്ടാ. ഈക്വൽ ടു മക്കളെ -27 നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. സാറേ യെസ്. ഇനി മക്കളെ 1-2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? സോൾവ് ചെയ്യണം അല്ലെ? സാറേ എങ്ങനെയാ നമ്മൾ സോൾവ് ചെയ്യുന്നേ? മക്കളെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ചെറിയൊരു പരിപാടി ബാക്കിയുണ്ട്. എന്താണ് മക്കളെ ഇവിടെ ചെറിയ പരിപാടി? നോക്കണ്ട, വേറൊന്നുമില്ല. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇവിടെ x ആണ്, ഇവിടെ നോക്കിയ 3x ആണല്ലോ.
ഇവിടെ y ആണ്, ഇവിടെ 3y ആണ്. അപ്പോ എക്സും വൈയും സെയിം അല്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി എന്താ, അത് സെയിം ആക്കണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനില് എക്സിന് നമുക്ക് എന്താക്കാടാ, ഈ 9x ആയിക്കൂടെ, 9x എന്നായിക്കൂടെ, സോറി നേരത്തെ 3x എന്നാ പറഞ്ഞേ. ഓക്കെ, വേറൊന്നുമല്ല, ഇവിടെ 9x ആണ്, ഇവിടെ എന്താണ്, വെറും എക്സ് ആണ്. അപ്പൊ അതെ ഇവിടെ 9x ആക്കാൻ, ഈ ഇക്വേഷൻ 1 ഇവിടെ 9x ആക്കാൻ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇക്വേഷൻ 1നെ ഇൻറ്റു 9 ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇക്വേഷൻ 1നെ ഇൻറ്റു 9 ചെയ്യാം. ഇക്വേഷൻ 1 ഇൻറ്റു 9 ചെയ്യുമ്പോൾ എന്താ മക്കളെ, എക്സിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9x പ്ലസ്, ഇനി നോക്കിയേ വൈനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9y ഈക്വൽ ടു 11നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 99 എന്ന് കിട്ടും. സെറ്റ് ആണല്ലോ, ഒന്നുമില്ല, ഈ എല്ലാ ടേംസിനെയും നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 മക്കളെ. അപ്പൊ നോക്കിയേ, ഇക്വേഷൻ നമ്പർ 3 നോക്കിയാൽ അറിയാം ഇവിടെ 9x ആണ്, ഇക്വേഷൻ നമ്പർ 2 നോക്കിയാൽ അറിയാം ഇവിടെ 9x ആണ്. സെയിം ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, കിഡിലിനായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സാറേ ഒന്ന് കാണിച്ചു കൊടുത്തേ. യെസ് മക്കളെ, നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എഴുതി. എത്രയാടാ, 9x പ്ലസ് 9y ഈക്വൽ ടു 99. ഇനി ഇക്വേഷൻ നമ്പർ 2 എഴുതിക്കോ സാറേ. മക്കളെ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ 9x മൈനസ് 9y ഈക്വൽ ടു -27. ഓക്കെ അല്ലേ മക്കളെ? എന്താ ചെയ്യേണ്ടടാ, നിങ്ങൾ പറ എന്താ ചെയ്യണ്ടേ? 3 2 കുറയ്ക്കാം അല്ലെ, 3 2 കുറയ്ക്കാം. എങ്ങനെയാ 3 2 കുറയ്ക്കാം? അതെന്താ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ സാറ്? വേറെ ഒന്നുമല്ല, ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡ് നോക്കിയാൽ ഇത് 99, ഇത് -27. ഏതാ വലുത് മക്കളെ? 99 ആണ്. അപ്പൊ എപ്പോഴും 3 2 കുറക്കുന്നതാണ് നല്ലത്. പല വിധത്തിൽ ചെയ്യാം, എന്നാലും 3 2 കുറക്കുന്നതാണ് നല്ലത്. സാറേ ഇക്വേഷൻ 3 - 2 ചെയ്യുമ്പോൾ എന്താ വരാ മക്കളെ? 9x 9x പോയാൽ 0. സാറിവിടെ 0 എഴുതിയിട്ടില്ല, 0 ആണ്. ഇനി നോക്കിയടാ, 9y മൈനസ് 9y, 9y -9y കുറക്കണം. ശ്രദ്ധിക്കാടാ, അപ്പൊ ആരും ഇത് 0 എന്ന് എഴുതരുത്, തെറ്റാണ്. ശ്രദ്ധിക്കാടാ, 9y മൈനസ്, ഇത് കുറക്കാനുള്ള മൈനസ് മക്കളെ. ഇനി എന്താ കുറക്കണ്ടേ? -9y കുറക്കണ്ടേ. ക്ലിയർ ആണല്ലോ? അപ്പൊ 2 മൈനസ് ഒരുമിച്ച് വന്നപ്പോ എന്തായി? 9y പ്ലസ് 9y എന്നായി. ക്ലിയർ ആണല്ലോ? 9y പ്ലസ് 9y എന്ന് കിട്ടി. 9y പ്ലസ് 9y എത്രയാ മക്കളെ? എത്രയാടാ? 18y എന്ന് കിട്ടൂടാ, 18y എന്ന് കിട്ടും. സെറ്റ് ആണല്ലോ? അങ്ങനെയാണ് ഇവിടെ എന്ത് കിട്ടിയിരിക്കുന്നത്? 18y എന്ന് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഈക്വൽ ടു മക്കളെ 99 മൈനസ് -27. ഇവിടെയും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും, തെറ്റിക്കരുത്. 99 മക്കളെ ശ്രദ്ധിക്കാടാ, 99 എന്ത് കുറക്കണോടാ? 99ൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യണം. എന്ത് മൈനസ് ചെയ്യണം? -27 മൈനസ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ 2 മൈനസ് ഒരുമിച്ച് വന്നുകൊണ്ട് 99 പ്ലസ് 27 എന്ന് കിട്ടും. അതിന്റെ ആൻസർ എന്താ കിട്ടുക മക്കളെ? 126. അതായത് y ഈക്വൽ ടു ഈ 80 നേരെ താഴേക്ക് എടുക്കുക. എന്താ കിട്ടുക മക്കളെ? യെസ്, 18y ഈക്വൽ ടു 126 ആണെങ്കിൽ y ഈക്വൽ ടു മക്കൾ എന്താ കിട്ടുക? 126/18. ആ ആൻസർ ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? യെസ്, 7 എന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സെറ്റ് ആണല്ലോ? ഒന്നുമില്ല, ഈ 18 നേരെ താഴത്തേക്ക് എടുത്താൽ മതി, y ഈക്വൽ ടു 7 എന്ന് കിട്ടും. മക്കളെ y കിട്ടിക്കഴിഞ്ഞാൽ x പിടിക്കാൻ നമുക്ക് അറിയാലോ. സാറേ ഒന്ന് കാണിച്ചു കൊടുത്തേ. മക്കളെ y കിട്ടിക്കഴിഞ്ഞാൽ x എങ്ങനെ കണ്ടുപിടിക്കും? പുട്ട് y ഈക്വൽ ടു 7 ഇൻ ഇക്വേഷൻ 1. ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. സാറേ ഏത് ഇക്വേഷനിലാണ്? ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ കൃത്യമായിട്ട് എഴുതുക, x പ്ലസ് y ഈക്വൽ ടു 11. ഓക്കെ, അവിടെ എന്ത് കൊടുക്കുക? വൈക്ക് 7 കൊടുക്കുക സാറേ. യെസ്, വൈക്ക് നമ്മൾ 7 കൊടുക്കണം മക്കളെ. അപ്പോ x പ്ലസ് 7 ഈക്വൽ ടു 11 എന്ന് കിട്ടി. അതായത് x ഇസ് ഈക്വൽ ടു ഈ പ്ലസ് 7 ഇങ്ങോട്ട് വന്നാൽ -7 എന്നായി. അതായത് x ഈക്വൽ ടു 4 എന്ന് കിട്ടും മക്കളെ. അപ്പൊ എക്സും കിട്ടി, വൈയും കിട്ടി. x 4 എന്നും y 7 എന്നും കിട്ടിയ നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ ഏതാണ് മക്കളെ? ഇതല്ലേ x, ഇത് 4 എന്ന് കിട്ടി. y ഇതെല്ലാം മക്കളെ 7 എന്ന് കിട്ടി. നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ ഏതാ മക്കളെ? 47. ഇത്രയുള്ള ആൻസർ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ആ ഒരു ഇന്റർചേഞ്ച് ചെയ്ത ആ ഒരു ഏരിയന്റെ മക്കള് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ആൻസേഴ്സ് ഒക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. സെറ്റ് ആണല്ലോ? പിന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കാം. ഓക്കെ മക്കളെ? യെസ്, താങ്ക് യു.